ഹലോ മക്കളെ, എല്ലാവർക്കും എജ്യൂമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 4ാം ക്ലാസ്സിലെ മക്കളുടെ പരിസര പഠനത്തിൻ്റെ ഒരു മാതൃകാ ചോദ്യ പേപ്പറാണ് കേട്ടോ. സിലബസ് മാറിയിട്ടുണ്ട്, അപ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങളൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നിട്ടുണ്ട് കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള മറ്റു വിഷയങ്ങളുടെ എല്ലാം ക്ലാസ്സുകൾ, അതായത് EVS ഉൾപ്പെടെയുള്ള എല്ലാ വിഷയങ്ങളുടെയും ക്ലാസ്സുകൾ STD4 ന്യൂ സിലബസ് എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അതിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. പ്രവർത്തനം 1 2 തരം ക്വസ്റ്റ്യൻസ് ഉണ്ട്. A or B ക്വസ്റ്റ്യൻ ആണ്. അതിൽ A ക്വസ്റ്റ്യൻ സസ്യങ്ങൾ പലവിധം. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ A പ്രവർത്തനത്തിലുള്ള A ചോദ്യം വ്യത്യസ്ത തരം സസ്യങ്ങളുടെ ചിത്രങ്ങൾ ഒട്ടിച്ച് പതിപ്പ് നിർമ്മിക്കുകയാണ് വിനുവും കൂട്ടുകാരും. ഇവ എവിടെ കാണപ്പെടുന്നു എന്നതിനനുസരിച്ച് ചിത്രത്തിനുള്ളിൽ നൽകിയിരിക്കുന്ന വൃത്തത്തിന് നിറം നൽകുക. മരുരൂഹങ്ങൾക്ക് ചുവപ്പ് നിറവും ജലസസ്യങ്ങൾക്ക് നീല നിറവും നൽകണം. മരുരൂഹ സസ്യങ്ങൾ എന്താണെന്ന് ആദ്യം അറിഞ്ഞിരിക്കണം അല്ലേ? എന്താ മരുരൂഹ സസ്യങ്ങൾ? നമ്മളുടെ മരുഭൂമിയിൽ കാണപ്പെടുന്ന സസ്യങ്ങളെയാണ് മരുരൂഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ദാ നോക്കിക്കേ, ആദ്യത്തേത് കള്ളിമുൾ ചെടിയുടെ ചിത്രമാണ്. അത് ഒരു മരുഭൂമിയിൽ കാണുന്ന സസ്യമാണ്. അതുകൊണ്ട് അതിന് നമുക്ക് നീല നിറം നൽകാം അല്ലേ? ചുവപ്പ് നിറം നൽകാം. പിന്നെ താമര നമ്മുടെ ജലസസ്യമാണ്, ജലത്തിൽ കാണുന്നതാണ്. അതിന് നമുക്ക് നീല നിറം നൽകാം. അടുത്ത സസ്യവും എന്താണ്? മരുരൂഹ സസ്യമാണ്. അതിന് നമുക്ക് ചുവപ്പ് നിറം നൽകാം. പിന്നെ ആമ്പൽ അതുപോലെ ജലസസ്യമാണ്, നീല നിറം നൽകാം. അടുത്ത സസ്യം മരുരൂഹമാണ്, അതിന് ചുവപ്പ് നിറം നൽകാം. അവസാനത്തേത് എന്താണ്? ജലസസ്യമാണ്, അതിന് നമുക്ക് നീല നിറം നൽകാം. ഇതിലെ ചോദ്യം B, മത്സ്യങ്ങൾക്ക് ജലത്തിലൂടെ സഞ്ചരിക്കുന്നതിന് അനുയോജ്യമായ ശരീരഘടനയാണ് ഉള്ളത്. താഴെ പറയുന്നവയിൽ നിന്ന് മത്സ്യത്തിന്റെ സഞ്ചാരവുമായി ബന്ധപ്പെട്ട് ശരിയായത് തിരഞ്ഞെടുക്കുക. 1 മത്സ്യങ്ങളുടെ ആകൃതി വാൾച്ചിറക്, 2 ചെകിളപ്പൂക്കൾ നിറം, 3 കടൽവെള്ളം പുഴവെള്ളം, 4 വഴുവഴുപ്പുള്ള ശരീരം ചിറകുകൾ. ഇതിൽ ശരിയായത് എന്തൊക്കെയാ ഓപ്ഷൻ തന്നിട്ടുള്ളത്? 1 മാത്രം, 1ഉം 4ഉം 2ഉം 3ഉം 4 മാത്രം എന്നിങ്ങനെയാണ്. അപ്പോൾ മത്സ്യങ്ങളെ ജലത്തിലൂടെ സഞ്ചരിക്കുന്നതിന് സഹായിക്കുന്നത് 4 കാര്യങ്ങളാണ്. മത്സ്യത്തിന്റെ ആകൃതി, വാൽച്ചിറക്, വഴുവഴുപ്പുള്ള ശരീരം, ചിറകുകൾ. അതായത് ഓപ്ഷന് 1ഉം 4ഉമാണ് ശരിയായി വരുന്നത്. ഓപ്ഷൻ B ആണ് ശരി. ഇതിലെ ചോദ്യം C, കൂട്ടത്തിൽപ്പെടാത്തതിനെ കണ്ടെത്തി എഴുതൂ. A വനം, B കുളം, C കടൽ, D മരുഭൂമി. ഇത് കുറച്ചൊരു ചിന്തിച്ചെഴുതേണ്ട ഉത്തരമാണ്. കാരണം എന്താ വെച്ചാൽ 4ഉം എന്താണ്? ആവാസ വ്യവസ്ഥകളാണ്. പക്ഷേ വനം, കടൽ, മരുഭൂമി ഈ 3ഉം എന്താണ്? പ്രകൃതിദത്ത ആവാസമാണ്. പ്രകൃതിയാലുള്ള ആവാസ വ്യവസ്ഥകളാണ് ഇത് 3ഉം. എന്നാൽ കുളം എന്താണ്? പ്രകൃതിദത്തവുമുണ്ട്, അതുപോലെ മനുഷ്യനിർമ്മിതവുമുണ്ട്. മനുഷ്യർ നിർമ്മിക്കുന്ന കുളവും ഉണ്ടല്ലേ? അപ്പോൾ നമുക്ക് കുളമാണ് ഉത്തരമായി വരുന്നത്. അതല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിലും പറയാം. എങ്ങനെ? വനവും കടലും മരുഭൂമിയും താരതമ്യേന വലിയ ഒരു പ്രദേശമാണ്, താരതമ്യേന വലിയ ഒരു ആവാസ വ്യവസ്ഥയായി വരുന്നതാണ്. അക്കോർഡിംഗ് ടു എന്തുമായി താരതമ്യം ചെയ്യുമ്പോൾ? കുളവുമായി. കുളം ചെറിയൊരു ആവാസ വ്യവസ്ഥയാണ്. അങ്ങനെയും നമുക്ക് ഇതിന്റെ ഉത്തരം വരാം. ഇതിൽ ഒന്നിൽ B അതിജീവനവും ജീവികളും. ചോദ്യം A, വ്യത്യസ്ത തരം ജീവികൾക്ക് അവയുടെ സാഹചര്യങ്ങളിൽ ജീവിക്കുന്നതിന് അനുയോജ്യമായ ശരീരഘടനയുണ്ട്. താഴെ നൽകിയിരിക്കുന്ന ജീവികൾക്ക് അവ ജീവിക്കുന്ന ഇടങ്ങളിൽ അനുയോജ്യമായ ശാരീരിക സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് എഴുതുക. ഒട്ടകവും മീനുമാണ്. ഇവയുടെ അനുകൂലനങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് അനുകൂലനങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരെണ്ണം എഴുതിയാൽ മതി. ചൂടിനെ അതിജീവിക്കാൻ സഹായിക്കുന്ന കട്ടിയുള്ള രോമങ്ങളുണ്ട് ഇവയ്ക്ക്. പിന്നെ മീനിന്റെ ഒരു അനുകൂലനം എന്താണ്? ജലത്തിൽ നീന്താൻ സഹായിക്കുന്ന ചിറകുകളുണ്ട്. ചോദ്യം B, താഴെ തന്നിരിക്കുന്ന 2 ചിത്രങ്ങളിലെയും സന്ദർഭം ശ്രദ്ധിക്കുക. കുന്നുകൾ ഇടിച്ചു നിരത്തുകയും വയലുകൾ മണ്ണിട്ട് നികത്തുകയും ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതുക. നമുക്ക് ആദ്യം തന്നിരിക്കുന്നത് കുന്നുകൾ ഇടിച്ചു നിരത്തുന്ന ഒരു ചിത്രമാണ്. അതുകൊണ്ട് മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനുമുള്ള സാധ്യത വർദ്ധിക്കുന്നു. പിന്നെയുള്ളത് വയൽ അല്ലെങ്കിൽ ഒരു ജലാശയം മണ്ണിട്ട് നിരത്തുന്ന ചിത്രമാണ്. പിന്നെ തന്നിട്ടുള്ളത് ജലാശയങ്ങൾ മണ്ണിട്ട് നികത്തുന്ന ഒരു ചിത്രമാണ് അല്ലേ? അപ്പോൾ കിണറുകളും മറ്റു ജലസ്രോതസ്സുകളിലെയുള്ള ജലനിരപ്പ് കുറയാൻ ഇത് കാരണമാവും. ചോദ്യം C, ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന മുദ്രാവാക്യങ്ങളിൽ ഏറ്റവും അനുയോജ്യമായത് തിരഞ്ഞെടുത്ത് എഴുതുക. വൈവിധ്യം ആഘോഷിക്കൂ, വന്യജീവികളെ സംരക്ഷിക്കൂ, വനങ്ങളെ സംരക്ഷിക്കൂ, ജീവൻ നിലനിർത്തൂ. ആവാസ വ്യവസ്ഥ വിവിധ ജീവീയ അജീവീയ ഘടകങ്ങളുടെ സംയോജനമാണ്. ഇതിൽ അതുപോലെ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ ആവാസ വ്യവസ്ഥകൾ ഉണ്ട്. ഇതിലെ ഏറ്റവും നല്ല മുദ്രാവാക്യം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്.
വനങ്ങളെ സംരക്ഷിക്കൂ, ജീവൻ നിലനിർത്തൂ. ഇതാണ് എന്ത് മുദ്രാവാക്യം. ആവാസ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിനെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട ഏറ്റവും അനുയോജ്യമായ ഒരു മുദ്രാവാക്യം. കാരണം മറ്റുള്ളവയിൽ നിന്നും വനങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മൾ ഒട്ടനവധി വലിയൊരു ജീവിയ ഘടകങ്ങളെ അല്ലെങ്കിൽ ഒരുപാട് അധികം ജീവിവർഗങ്ങളെ സംരക്ഷിക്കുന്നതിനും നമ്മൾ മനുഷ്യരുൾപ്പെടെയുള്ളതിനെ സംരക്ഷിക്കുന്നതിനുമുള്ള ഒരു എന്താ പറയുക തെളിവായിട്ട് മാറുന്നുണ്ട് വനങ്ങളെ സംരക്ഷിക്കൂ എന്ന് പറയുമ്പോൾ. അപ്പോൾ അത് നമുക്ക് എഴുതി കൊടുക്കാം. ഇതിൽ ആദ്യത്തേത് എ എന്ന് പറയുന്നത് വൈവിധ്യം ആഘോഷിക്കൂ, വന്യജീവികളെ സംരക്ഷിക്കൂ എന്നാണ്. ഇതിൽ വന്യജീവികളെ സംരക്ഷിക്കൂ, വന്യജീവികളുടെ സംരക്ഷണം മാത്രമേ വരുന്നുള്ളൂ. ആവാസ വ്യവസ്ഥയെ മൊത്തമായി സംരക്ഷിക്കുന്നത് വരുന്നില്ല അല്ലേ. പിന്നെ അതുപോലെ സി, ആവാസ വ്യവസ്ഥ വിവിധ ജീവി അജീവ ഘടകങ്ങളുടെ സംയോജനമാണ്. ഇതൊരു ആവാസ വ്യവസ്ഥയെക്കുറിച്ചുള്ള ഒരു പ്രസ്താവനയാണെന്ന് നമുക്ക് പറയാം, മുദ്രാവാക്യമല്ല. ഡി, പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ ആവാസ വ്യവസ്ഥകളുണ്ട്. ഇതും ഒരു സെന്റൻസ് ആണ്, അല്ലാതെ ഒരു വാക്യമാണ്, അതല്ലാതെ മുദ്രാവാക്യമല്ല. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും അനുയോജ്യം വനങ്ങളെ സംരക്ഷിക്കൂ, ജീവൻ നിലനിർത്തൂ എന്നതാണ്. ഉത്തരം 2, ഭൂമിയുടെ സംരക്ഷണം നമ്മുടെ ഉത്തരവാദിത്വം. അതിലെ ചോദ്യം എ, മണ്ണ് മലിനീകരണവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. അതിൽ മണ്ണ് മലിനമാകുന്ന സന്ദർഭങ്ങൾ, മണ്ണ് മലിനീകരണം ബാധിക്കപ്പെടുന്ന ജീവികൾ, ആവാസ വ്യവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ, ഈ 3ഉം നിങ്ങൾ പൂരിപ്പിച്ചു കൊടുക്കണം. 3നും ഓരോ ഉദാഹരണങ്ങൾ നമുക്ക് ആദ്യം തന്നിട്ടുണ്ട്. മണ്ണ് മലിനമാക്കുന്ന സന്ദർഭങ്ങൾക്ക് ഉദാഹരണം നോക്കൂ. അമിതമായ കീടനാശിനി പ്രയോഗം. വേറെ ഏതൊക്കെ സാഹചര്യങ്ങളുണ്ട് മക്കളെ? വ്യാവസായിക മാലിന്യങ്ങൾ പുറന്തള്ളുന്നത് മൂലവും, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് മൂലവും, രാസവളങ്ങളുടെ അമിതമായ ഉപയോഗം മൂലവും ഒക്കെ മണ്ണ് മലിനമാകുന്നുണ്ട്. മണ്ണ് മലിനീകരണം ബാധിക്കപ്പെടുന്ന ജീവികൾ, സൂക്ഷ്മജീവികൾ, മണ്ണിര, സസ്യങ്ങൾ, പിന്നെ പഴുതാര, തേരട്ട തുടങ്ങിയിട്ടുള്ള ജീവികളൊക്കെ ബാധിക്കും. ആവാസ വ്യവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ, വിവിധതരം ജീവികൾ ഇല്ലാതാവുന്നു, മണ്ണിന്റെ ഫലഭൂയിഷ്ഠത കുറയുന്നു, മണ്ണ് വിഷമയമാകുന്നു, സസ്യവളർച്ചയെ ബാധിക്കുന്നു. ഇതിലെ ചോദ്യം ബി, താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ പരിശോധിച്ച് അവ ഏത് മലിനീകരണവുമായി ബന്ധപ്പെട്ടതാണെന്ന് എഴുതുക. ആദ്യത്തേത് ഫാക്ടറികളിൽ നിന്ന് വിഷപ്പുക വരുന്നതാണല്ലേ, ഇത് വായു മലിനീകരണവുമായി ബന്ധപ്പെട്ടതാണ്. രണ്ടാമതായിട്ട് ജലാശയങ്ങളിലേക്ക് വേസ്റ്റ് മാലിന്യങ്ങൾ അല്ലെങ്കിൽ മലിനമാക്കപ്പെട്ട ജലം, ഫാക്ടറികളിൽ നിന്നുള്ളൊക്കെ വേസ്റ്റ് വരുന്ന ജലം ഒഴുക്കിക്കളയുന്നതാണ്, അത് ജലമലിനീകരണവുമായി ബന്ധപ്പെട്ടതാണ്. പ്രവർത്തനം 3, സ്വതന്ത്ര ഭാരത ഭൂമി. ഏലം, കുരുമുളക് തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങളും പട്ട്, പരുത്തി തുടങ്ങിയ തുണിത്തരങ്ങളും വാങ്ങുന്നതിനായാണ് വിദേശികൾ ആദ്യമായി ഇന്ത്യയിലെത്തിയത്. പതിയെ പതിയെ അവർ നാട്ടുരാജാക്കന്മാരിൽ നിന്ന് പ്രത്യേക ആനുകൂല്യങ്ങൾ നേടിയെടുത്ത് വ്യവസായശാലകൾ ആരംഭിച്ചു. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങൾ ഭരിച്ചിരുന്നത് നാട്ടുരാജാക്കന്മാരായിരുന്നു. അവർ പരസ്പരം പോരടിച്ചു നിന്നത് ബ്രിട്ടീഷുകാർക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി. ക്രമേണ കൃഷിയും കച്ചവടവും രാജാക്കന്മാരും അവരുടെ നിയന്ത്രണത്തിലായി. പീരങ്കി, തോക്ക് തുടങ്ങി മെച്ചപ്പെട്ട ആയുധങ്ങളും യുദ്ധതന്ത്രങ്ങളും ഉപയോഗിച്ച് നാട്ടുകാരെയും നാട്ടുരാജാക്കന്മാരെയും അവർ വരുതിയിലാക്കി. കാലങ്ങൾ കൊണ്ട് ഇന്ത്യയുടെ മുഴുവൻ പ്രദേശങ്ങളിലും ബ്രിട്ടീഷുകാർ ആധിപത്യം നേടി. പിന്നീടുള്ള 200ഓളം വർഷം ഇന്ത്യ ബ്രിട്ടീഷ് അധീനതയിലായിരുന്നു. മുകളിൽ കൊടുത്തിരിക്കുന്ന കുറിപ്പ് വായിച്ച് തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക. ചോദ്യം എ, വിദേശികൾ ഇന്ത്യയിലെത്തിയതിന്റെ പ്രധാന ഉദ്ദേശ്യം എന്തായിരുന്നു? യുദ്ധം ചെയ്യാൻ, നാട്ടുരാജാക്കന്മാരുമായി ചേർന്ന് കച്ചവടം ചെയ്യാൻ, സുഗന്ധദ്രവ്യങ്ങളും തുണിത്തരങ്ങളും വാങ്ങുന്നതിന്, വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങാൻ. സുഗന്ധദ്രവ്യങ്ങളും തുണിത്തരങ്ങളും വാങ്ങുന്നതിനാണ് അവർ എത്തിയത്. ചോദ്യം ബി, ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് ഇന്ത്യ നാട്ടുരാജ്യങ്ങളായി ഭിന്നിച്ചു കഴിയുകയായിരുന്നു. ശരിയോ തെറ്റോ എന്നെഴുതുക. ശരിയാണ്. ചോദ്യം സി, ബ്രിട്ടീഷുകാർക്ക് എളുപ്പത്തിൽ ഇന്ത്യയെ അവരുടെ നിയന്ത്രണത്തിലാക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ട്? ഇന്ത്യയിലെ വിവിധ നാട്ടുരാജാക്കന്മാർ തമ്മിൽ പരസ്പരം പോരടിച്ചു നിൽക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് ഇന്ത്യയെ പെട്ടെന്ന് അവരുടെ നിയന്ത്രണത്തിലാക്കാൻ കഴിഞ്ഞത്. ചോദ്യം ഡി, ബ്രിട്ടീഷുകാർ ഇന്ത്യയെ അവരുടെ അധീനതയിൽ നിലനിർത്തിയത് ഏകദേശം എത്ര കാലമാണ്? 1 നൂറ്റാണ്ട്, 2 നൂറ്റാണ്ട്, 3 നൂറ്റാണ്ട്, 1.5 നൂറ്റാണ്ട്. ഇപ്പം ഏകദേശം 200 വർഷം എന്നാണ് അല്ലേ. 200 വർഷം എന്ന് പറയുമ്പോൾ 100 വർഷം എന്ന് പറഞ്ഞാൽ 1 നൂറ്റാണ്ടായി. 200 വർഷം എന്ന് പറയുമ്പോൾ 2 നൂറ്റാണ്ടാണ് അവർ ഇന്ത്യക്കാരെ അവരുടെ അധീനതയിൽ നിലനിർത്തിയത്. പ്രവർത്തനം 4, സ്വാതന്ത്ര്യം സമരങ്ങളിലൂടെ. ചോദ്യം എ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഏറ്റവും മഹത്തരമായ സമരങ്ങളാണ് ഉപ്പ് സത്യാഗ്രഹവും ക്വിറ്റ് ഇന്ത്യ സമരവും. ഈ 2 സമരങ്ങളും ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കുക. ആദ്യം നമുക്ക് ഉപ്പ് സത്യാഗ്രഹം നോക്കാം. ബ്രിട്ടീഷ് സർക്കാർ ഉപ്പിന്മേൽ ചുമത്തിയ നികുതിക്കെതിരെ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന അഹിംസാത്മകമായ സമരമാണിത്. 1930 മാർച്ച് 12 സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് ഗാന്ധിജി നടത്തിയ ദണ്ഡി മാർച്ച് ഇതിന്റെ ഭാഗമായിരുന്നു. ഈ സമരം ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ ജനങ്ങളുടെ ഐക്യത്തെയും പ്രതിഷേധത്തെയും അടയാളപ്പെടുത്തി.
ഇനി ക്വിറ്റ് ഇന്ത്യ സമരം നോക്കാം. 1942 ഓഗസ്റ്റ് 8 മഹാത്മാഗാന്ധി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യത്തോടെയാണ് ഈ സമരത്തിന് ആഹ്വാനം ചെയ്തത്. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ബഹുജന സമരമായിരുന്നു ഇത്. ഈ സമരം ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച പ്രധാന ഘടകങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. ഇതിലെ ചോദ്യം ബി, അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആര്? സുഭാഷ് ചന്ദ്രബോസ്, കെ കേളപ്പൻ, സർദാർ വല്ലഭായ് പട്ടേൽ, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ് ഉത്തരം. പ്രവർത്തനം 5 എ ചോദ്യം. ഇതും ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ആണ്. എയും ബിയും ഉണ്ടായിരിക്കും. എ നോക്കാം. ഇന്ത്യയുടെ ഭൂപ്രകൃതി. നമുക്കവിടെ ഇന്ത്യയുടെ ഒരു ഭൂപടം തന്നിട്ടുണ്ട്. ഭൂപടം നിരീക്ഷിച്ച് ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്തി എഴുതുക. എ, 5 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന 2 സംസ്ഥാനങ്ങൾ ഏതെല്ലാം? മധ്യപ്രദേശ്, കർണാടക എന്നിവ എഴുതാം. ചോദ്യം ബി, ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏത്? രാജസ്ഥാനാണ് ഉത്തരം. ചോദ്യം സി, കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്ന കടൽ ഏത്? അറബിക്കടലാണ് ഉത്തരം. ചോദ്യം ഡി, ബംഗാൾ ഉൾക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ പശ്ചിമ ബംഗാൾ, ആന്ധ്രാപ്രദേശ് എന്നിവയെ കൂടാതെ മറ്റൊരു സംസ്ഥാനം കൂടി കണ്ടെത്തി എഴുതുക. തമിഴ്നാട് നമുക്ക് എഴുതാൻ പറ്റുന്നതാണ് കേട്ടോ. ചോദ്യം ഇ, കേരളവുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാം? തമിഴ്നാട്, കർണാടക. അല്ലെങ്കിൽ 5 ബി ഉണ്ട്, നോക്കാം. പറക്കും കൂട്ടുകാർ. റീന തന്റെ വീടിന്റെ പരിസരത്ത് സ്ഥിരമായി കാണപ്പെടുന്ന വിവിധ തരം പക്ഷികളെ നിരീക്ഷിച്ച് കണ്ടെത്തിയ വിവരങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഓരോന്നും പരിശോധിച്ച് അനുയോജ്യമായ പക്ഷിയുടെ നേരെ വരച്ച് യോജിപ്പിക്കുക. നമുക്ക് തന്നിട്ടുള്ളത് നോക്കൂ. പ്രത്യേകതകൾ: ഉയരത്തിൽ പറക്കുന്നു, കൂർത്ത നഖങ്ങൾ, മൂർച്ചയുള്ള ചുണ്ടുകൾ, ഇരയെ റാഞ്ചി പിടിക്കുന്നു, കറുത്ത നിറം, കൂട്ടമായി സഞ്ചരിക്കുന്നു, പരിസരം വൃത്തിയാക്കുന്നു. ചെറിയ ശരീരം, നീണ്ട ചുണ്ടുകൾ, വേഗത്തിൽ പറക്കുന്നു, പുഴയിൽ നിന്നും കുളത്തിൽ നിന്നും മത്സ്യങ്ങളെ പിടിക്കുന്നു. ഇടത്തരം വലുപ്പം, തലയിൽ തൊപ്പി പോലുള്ള ഭാഗം, ശക്തിയുള്ള കൂർത്ത നഖങ്ങൾ. തന്നിട്ടുള്ള പക്ഷികൾ പൊന്മാൻ, മരംകൊത്തി, കാക്ക, പരുന്ത് എന്നിവയാണ്. ഇനി നമുക്ക് ശരിയായ രീതിയിൽ എങ്ങനെ യോജിപ്പിക്കാം? ഉയരത്തിൽ പറക്കുന്നു, കൂർത്ത നഖങ്ങൾ, മൂർച്ചയുള്ള ചുണ്ടുകൾ, ഇരയെ റാഞ്ചി പിടിക്കുന്നു എന്നിവ പരുന്തിന്റെ പ്രത്യേകതകളാണ്. കറുത്ത നിറം, കൂട്ടമായി സഞ്ചരിക്കുന്നു, പരിസരം വൃത്തിയാക്കുന്നു എന്നിവ കാക്കയുടെ പ്രത്യേകതകളാണ്. ചെറിയ ശരീരം, നീണ്ട ചുണ്ടുകൾ, വേഗത്തിൽ പറക്കുന്നു, പുഴയിൽ നിന്നും കുളത്തിൽ നിന്നും മത്സ്യങ്ങളെ പിടിക്കുന്നു എന്നത് പൊന്മാൻ എന്ന പക്ഷിയുമായി ബന്ധപ്പെട്ടതാണ്. അതിന്റെ പ്രത്യേകതകളാണ്. ഇടത്തരം വലുപ്പം, തലയിൽ തൊപ്പി പോലുള്ള ഭാഗം, ശക്തിയുള്ള കൂർത്ത നഖങ്ങൾ എന്നിവ മരംകൊത്തിയുടെ പ്രത്യേകതകളാണ്. ചോദ്യം ബി, ജലത്തിന്റെ സാന്നിധ്യമുള്ളയിടത്ത് ഇര തേടുന്ന പക്ഷി ഏത്? പരുന്ത്, തത്ത, കൊക്ക്, മൈന. കൊക്കാണ് ഉത്തരം. ചോദ്യം സി, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതെന്ന് തിരഞ്ഞെടുത്ത് എഴുതുക. എല്ലാ പക്ഷികളുടെയും ശരീരഘടന ഒരുപോലെയാണ്. അത് തെറ്റാണ് അല്ലേ? എല്ലാ പക്ഷികളുടെയും വലിയ പക്ഷികളുണ്ട്, ചെറിയ പക്ഷികളുണ്ട് അല്ലേ? അപ്പോൾ അത് തെറ്റാണ്. ആഹാര സമ്പാദന രീതിയും പക്ഷികളുടെ ശരീരഘടനയുമായി ബന്ധമുണ്ട്. അത് ശരിയാണ്. ചില പക്ഷികൾക്ക് നീണ്ട കൂർത്ത ചുണ്ടുകളും നീണ്ട കാലുകളുമുണ്ട്. അതും ശരിയാണ്. ജലമുള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന പക്ഷികൾക്ക് എണ്ണമയമുള്ള തൂവലുകൾ ഉണ്ടായിരിക്കും. അതും ശരിയാണ്. അപ്പോൾ എ ആണ് തെറ്റായ പ്രസ്താവന. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാട്ടോ മക്കളെ നമുക്ക് ഈ ചോദ്യപേപ്പറിൽ ചെയ്ത് നോക്കാനായിട്ടുള്ളത്. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ചെയ്ത് നോക്കിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇമ്പോർട്ടൻറ്റ് പ്രവർത്തനങ്ങളാണ്. മക്കളെല്ലാവരും അത് മറക്കാതെ പഠിച്ചു പോവുക. പാഠഭാഗങ്ങൾ നല്ലതുപോലെ വായിച്ച് മനസ്സിലാക്കി പോവുക കേട്ടോ. മറ്റു വിഷയങ്ങളുടെ വീഡിയോസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുതിയ ചാപ്റ്റേഴ്സും അപ്ഡേഷൻസിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്